ഈ ലോകത്ത് എക്കാലത്തും നിരവധി വമ്പൻ തട്ടിപ്പുകാരുടെ ചരിത്രങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അവരിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഇന്ത്യയിലെ ബീഹാറിൽ ഒരു തട്ടിപ്പുകാരനുണ്ടായിരുന്നു. അയാളുടെ പേര് മുതൽ മരണ തീയതി വരെ എല്ലാം വ്യാജമായിരുന്നു. വ്യാജ ഒപ്പിട്ട് താജ്മഹൽ ഉൾപ്പെടെ രാജ്യത്തിൻ്റെ പല ചരിത്ര സ്മാരകങ്ങളും അയാൾ വിറ്റു. കൂടാതെ വ്യാജ ബാങ്ക് ട്രാൻസ്ഫറുകൾ, റെയിൽവേ ബുക്കിംഗ് രസീതുകൾ, വ്യാജ ഭൂമി രേഖകൾ എന്നിവ വഴി ലക്ഷക്കണക്കിന് രൂപയുടെ കള്ളപ്പണം സമ്പാദിച്ചു. ചിലപ്പോൾ ധനമന്ത്രിയുടെ പേഴ്സണൽ അസിസ്റ്റൻ്റായി ചമഞ്ഞും മറ്റു ചിലപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥനായി വേഷമിട്ടും അയാൾ ആളുകളെ കബളിപ്പിച്ചു. വലിയ ബിസിനസ്സുകാർ പോലും അയാളുടെ വാക്ചാതുര്യത്തിൽ വീഴുകയും പണം നിറച്ച സൂട്ട് കേസുകൾ സ്വമേധയാ അയാൾക്ക് കൈമാറുകയും ചെയ്യും വിധം വലിയൊരു തന്ത്രശാലിയായിരുന്നു അയാൾ. അയാളുടെ തട്ടിപ്പ് പദ്ധതികൾ വളരെ മികച്ചതായിരുന്നു. അത് വ്യാപാരിയോ രാഷ്ട്രീയക്കാരനോ പോലീസുകാരനോ വിദേശിയോ ആയിക്കോട്ടെ, എല്ലാവരും അയാളുടെ വലയിൽ വീണ് സ്വന്തം പണം നഷ്ടപ്പെടുത്തി. അയാൾ ജയിലിന് പുറത്തായിരിക്കുമ്പോൾ രാജ്യത്തിനുടനീളമുള്ള പോലീസ് അയാളെ പിടികൂടാൻ നെട്ടോട്ടമോടി. എന്നാൽ അയാൾ അഴികൾക്കുള്ളിലായിരിക്കുമ്പോൾ ജയിലിലെ മുഴുവൻ സംവിധാനവും അയാളുടെ ബുദ്ധിക്ക് മുന്നിൽ തോറ്റുപോയി. ചിലപ്പോൾ അസുഖം നടിച്ചും മറ്റു ചിലപ്പോൾ ഉദ്യോഗസ്ഥരെ വെട്ടിച്ചും ജയിലിൽ നിന്ന് അവധി ആഘോഷിക്കാൻ വന്നതുപോലെ അയാൾ പലതവണ രക്ഷപ്പെട്ടു. ജയിലിൽ ഇരുന്നു കൊണ്ട് തൻ്റെ ഭാര്യയ്ക്ക് കൃഷി ചെയ്യാൻ വേണ്ടി പോലീസുകാരെ കൊണ്ട് തന്നെ സ്വന്തം പാടം കിളപ്പിച്ചു എന്നതാണ് അയാളുടെ ഏറ്റവും വലിയ തന്ത്രങ്ങളിലൊന്ന്. അത്രത്തോളം ബുദ്ധിമാനായിരുന്നു അയാൾ. രാജ്യത്തെ ആദ്യത്തെ രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദും ഈ തട്ടിപ്പുകാരനും ഒരേ നാട്ടുകാരായിരുന്നു. ഇരുവരും നിയമപഠനം നടത്തിയിരുന്നു. എന്നാൽ ഒരാൾ രാജ്യത്തിൻ്റെ അഭിമാനമായി മാറിയപ്പോൾ മറ്റൊരാൾ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ തട്ടിപ്പുകാരനായി മാറി. ആ തട്ടിപ്പുകാരൻ്റെ തട്ടിപ്പ് ശൈലി വളരെ വ്യത്യസ്തമായിരുന്നു. നമ്മളിന്ന് ഈ ടെല്ലിംഗ് ഹിസ്റ്ററിയിലൂടെ പരിശോധിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ തട്ടിപ്പുകാരനായ ആ നട്വർലാലിനെ കുറിച്ചാണ്. ഈ വീഡിയോക്ക് ഒരു ലൈക്ക് തന്നും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വച്ചോളൂ. അത് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും. താജ്മഹൽ 3 തവണയും ചെങ്കോട്ട 2 തവണയും ഇന്ത്യയുടെ രാഷ്ട്രപതി ഭവനും പാർലമെൻറ്റ് മന്ദിരവും ഓരോ തവണയും വിറ്റ ആ നട്വർലാലിൻ്റെ പൂർണ്ണമായ കഥയാണിത്. നട്വർലാലിൻ്റെ യഥാർത്ഥ പേര് മിഥിലേഷ് കുമാർ ശ്രീവാത്സവ എന്നായിരുന്നു. 1912 ബീഹാറിലെ സിവാൻ ജില്ലയിലുള്ള ജീരാദേഹിയിലെ റുഹാബെങ്ര എന്ന ഗ്രാമത്തിലാണ് മിഥിലേഷ് ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ പിതാവ് രഘുനാഥ് പ്രസാദ് ഗ്രാമത്തിലെ ഒരു വലിയ ജമീന്ദാറും സർക്കാർ ഉദ്യോഗസ്ഥനുമായിരുന്നു. അതിനാൽ വീട്ടിൽ ഒരിക്കലും പണത്തിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. തൻ്റെ മകൻ നന്നായി പഠിച്ച് നല്ലൊരു ജോലി നേടണമെന്നായിരുന്നു ആ പിതാവിൻ്റെ ആഗ്രഹം. എന്നാൽ മിഥിലേഷിന് പഠനത്തെക്കാൾ കൂടുതൽ താല്പര്യം ഫുട്ബോൾ, ചെസ് തുടങ്ങിയ കളികളിലായിരുന്നു. കൂടാതെ കുട്ടിക്കാലം മുതൽ തന്നെ അവൻ വളരെ കൗശലക്കാരനും തന്ത്രങ്ങൾ പ്രയോഗിക്കുന്നതിൽ മിടുക്കനുമായിരുന്നു. അവന് കുറച്ച് പ്രായമായപ്പോൾ ഒരു ദിവസം അയൽക്കാരനായ സഹായി തൻ്റെ ബാങ്ക് ഡ്രാഫ്റ്റ് നിക്ഷേപിക്കുന്നതിനായി മിഥിലേഷിനെ ബാങ്കിലേക്ക് അയച്ചു. അവൻ ബാങ്കിലെത്തി അയൽക്കാരൻ്റെ ഡ്രാഫ്റ്റ് നൽകിയപ്പോൾ ബാങ്ക് ജീവനക്കാരൻ ഡ്രാഫ്റ്റ് പരിശോധിക്കുന്നതിനായി അതിലെ ഒപ്പ് ഒത്തുനോക്കുന്നത് അവൻ ശ്രദ്ധിച്ചു. അപ്പോഴാണ് അവൻ്റെ തലയിൽ ഒരു കുരുട്ട് ബുദ്ധി തോന്നിയത്. സഹായിയുടെ ഒപ്പ് അതേപടി പകർത്താൻ കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ നിന്നും പണം പിൻവലിക്കാൻ തനിക്ക് സാധിക്കുമെന്ന് അവൻ മനസ്സിലാക്കി. വീട്ടിലേക്ക് മടങ്ങുന്ന വഴിയിൽ അവൻ സഹായിയുടെ ഒപ്പ് പകർത്താൻ ശ്രമിച്ചു. ഒറ്റ തവണ കൊണ്ട് തന്നെ അതേപോലെ ഒപ്പിടാൻ അവന് കഴിഞ്ഞു. തുടർന്ന് വ്യാജ ഒപ്പിട്ട് മിഥിലേഷ് തൻ്റെ അയൽക്കാരൻ്റെ അക്കൗണ്ടിൽ നിന്ന് പല തവണകളിലായി 1000 രൂപ പിൻവലിച്ചു. ഇത് ഏതാണ്ട് 90 വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമായതിനാൽ അന്നത്തെ ആ 1000 രൂപ ഇന്നത്തെ ലക്ഷക്കണക്കിന് രൂപയ്ക്ക് തുല്യമായിരുന്നു. എന്നാൽ ഒരു ദിവസം സഹായി നേരിട്ട് ബാങ്കിലെത്തിയപ്പോഴാണ് തൻ്റെ അക്കൗണ്ടിൽ നിന്ന് ആരോ 1000 രൂപ പിൻവലിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം അറിയുന്നത്. സംഭവിച്ചത് മുഴുവൻ മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് അധികം സമയം വേണ്ടി വന്നില്ല. അങ്ങനെ മിഥിലേഷിൻ്റെ ഈ മോഷണം പിടിക്കപ്പെട്ടു. അദ്ദേഹം നേരെ മിഥിലേഷിൻ്റെ വീട്ടിൽ ചെന്ന് അച്ഛനോട് പരാതി പറഞ്ഞു. ഇതറിഞ്ഞ അച്ഛൻ മിഥിലേഷിനെ ക്രൂരമായി മർദ്ദിച്ചു. അദ്ദേഹത്തിൻ്റെ മർദ്ദനത്തിൽ ദേഷ്യം വന്ന അവൻ വീട് വിട്ടിറങ്ങി കൊൽക്കത്തയിലേക്ക് വണ്ടി കയറി. ആ നഗരം അവന് തികച്ചും പുതിയതായിരുന്നു. അവിടെ അവന് ബന്ധുക്കളാരും ഉണ്ടായിരുന്നില്ല. കയ്യിൽ പണവുമില്ലായിരുന്നു. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പട്ടിണി കിടക്കേണ്ട അവസ്ഥയിലായി അവൻ. അപ്പോഴാണ് അവൻ തൻ്റെ തന്ത്രം വീണ്ടും പ്രയോഗിക്കുന്നത്. കൊൽക്കത്തയിലെ പ്രശസ്തനായ സേഠ് കേശവ് റാമിനെ അവൻ ചെന്ന് സമീപിച്ചു. താൻ യോഗ്യനായ ഒരു പ്രൈവറ്റ് ട്യൂട്ടറാണെന്നും അദ്ദേഹത്തിൻ്റെ 2 കുട്ടികൾക്കും മികച്ച അധ്യാപകനാകാൻ തനിക്ക് സാധിക്കും എന്ന് അവൻ സേഠിനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു.
സേട്ട് കേശവറാം അവൻ്റെ വാക്കുകളിൽ വീഴുകയും പ്രതിമാസം അന്നത്തെ 30 രൂപ ശമ്പളത്തിൽ അവനെ തൻ്റെ കുട്ടികളുടെ ട്യൂട്ടറായി നിയമിക്കുകയും ചെയ്തു. അപരിചിതമായ ആ നഗരത്തിൽ താമസിക്കുന്നതിനും ഭക്ഷണത്തിനുമുള്ള സൗകര്യം ലഭിച്ചതോടെ മിഥിലേഷ് തൻ്റെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചു. അങ്ങനെ അവൻ പ്രീ ഡിഗ്രി ക്ലാസ് വരെ പഠനം പൂർത്തിയാക്കിയതിനാൽ ഒരു യൂണിവേഴ്സിറ്റിയിൽ ബാച്ചിലർ ഓഫ് കൊമേഴ്സ് അതായത് BComന് പ്രവേശനം നേടി. ഒരു ദിവസം അത്യാവശ്യമായി ചില പുസ്തകങ്ങൾ വാങ്ങുന്നതിനായി അവൻ സേട്ടിനോട് അഡ്വാൻസ് പണം ചോദിച്ചു. എന്നാൽ സേട്ട് പണം നൽകാൻ തയ്യാറായില്ല. ഇതിൽ ദേഷ്യം അവൻ സേട്ടിൻ്റെ കുട്ടികളുടെ ട്യൂഷൻ പഠിപ്പിക്കുന്നത് നിർത്തി. തുടർന്ന് വ്യാജരേഖകൾ ചമച്ച് സേട്ടിൻ്റെ കുട്ടികൾ പഠിക്കുന്ന അതേ സ്കൂളിൽ തന്നെ അവൻ അധ്യാപകനായി ജോലി നേടി. അതുകൊണ്ട് സേട്ടിന് വലിയ കുറ്റബോധം തോന്നി. അദ്ദേഹം ഉടനെ തന്നെ മിഥിലേഷിനോട് മാപ്പ് ചോദിക്കുകയും ഉയർന്ന ശമ്പളത്തിൽ തൻ്റെ കുട്ടികളെ വീണ്ടും പഠിപ്പിക്കാമോ എന്ന് ചോദിക്കുകയും ചെയ്തു. മിഥിലേഷ് ആ വാഗ്ദാനം സ്വീകരിച്ചു. ഇതേസമയം അവൻ അവൻ്റെ മനസ്സിൽ തൻ്റെ കൗശലത്തെ ഓർത്ത് ചിരിക്കുകയായിരുന്നു. അതിനുശേഷം അവൻ സേട്ടിൻ്റെ വിശ്വാസം പൂർണ്ണമായും നേടിയെടുത്തു. സേട്ട് അവൻ പറയുന്നതെന്തും കണ്ണടച്ച് വിശ്വസിക്കുന്ന അവസ്ഥയിലായി. ഇത് മുതലെടുത്ത് മിഥിലേഷ് ഒരു വലിയ തട്ടിപ്പിന് പദ്ധതിയിട്ടു. ആ സേട്ടിന് തുണിക്കച്ചവടമായിരുന്നു. ആ ദിവസങ്ങളിൽ അവിടുത്തെ വിപണിയിൽ തുണിത്തരങ്ങൾക്ക് കടുത്ത ക്ഷാമം നേരിട്ടിരുന്നു. ഇത് മനസ്സിലാക്കിയ മിഥിലേഷ് തൻ്റെ ഒരു ബന്ധു ബോംബെയിലെ വലിയൊരു തുണി വ്യാപാരിയാണെന്നും 200 ബെയിൽസ് ബണ്ടിൽ തുണി 4.5 ലക്ഷം രൂപയ്ക്ക് അദ്ദേഹം വിൽക്കുന്നുണ്ടെന്നും പറഞ്ഞ് മിഥിലേഷ് സേട്ടിനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു. ഈ കച്ചവടം ലാഭകരമാണെന്ന് തോന്നിയ സേട്ട് പണം മുഴുവൻ തൻ്റെ വിശ്വസ്തനായ ഒരു ഏജൻറ്റിനെ ഏൽപ്പിച്ച് മിഥിലേഷിനൊപ്പം ബോംബെയിലേക്ക് അയച്ചു. ആ ഏജൻറ്റിനെ ഈ കച്ചവടത്തിൽ നിന്ന് എങ്ങനെയും ഒഴിവാക്കാൻ മിഥിലേഷ് ആഗ്രഹിച്ചു. അതിനായി യാത്രയിലുടനീളം ബോംബെയിലെ അധോലോകത്തെക്കുറിച്ചും അവിടുത്തെ പോലീസിനെക്കുറിച്ചുമുള്ള ഭയപ്പെടുത്തുന്ന കഥകൾ അവൻ ഏജൻറ്റിനോട് പറഞ്ഞുകൊണ്ടേയിരുന്നു. ഈ കഥകൾ കേട്ട് ഭയന്നുപോയ ഏജൻറ്റ് ഹോട്ടലിൽ എത്തിയ ഉടനെ തന്നെ പണം മുഴുവൻ മിഥിലേഷിനെ ഏൽപ്പിക്കുകയും ഒറ്റയ്ക്ക് പോയി കച്ചവടം ഉറപ്പിക്കാൻ മിഥിലേഷിനോട് ആവശ്യപ്പെടുകയും ചെയ്തു. അങ്ങനെ മിഥിലേഷിൻ്റെ പദ്ധതി കൃത്യമായി ഫലിച്ചു. ഏജൻറ്റിനെ ഹോട്ടലിൽ തന്നെ ഇരുത്തി യാതൊരു കച്ചവടവും നടത്താതെ പണം മുഴുവൻ എടുത്ത് അവൻ അവിടെ നിന്നും കടന്നു കളഞ്ഞു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവൻ പാട്നയിലെത്തി. അവിടെ വച്ച് അവൻ അവൻ്റെ അച്ഛന് 1 ലക്ഷം രൂപ നൽകുകയും താൻ ഇപ്പോൾ വലിയൊരു കമ്പനിയുടെ പ്രധാന ഓഹരി ഉടമയാണെന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കുകയും ചെയ്തു. കുറച്ചു കാലത്തിന് ശേഷം അവൻ വീണ്ടും കൊൽക്കത്തയിലേക്ക് മടങ്ങിയെത്തി. എന്നാൽ അവൻ തിരിച്ചെത്തിയ വിവരം സേട്ട് അറിഞ്ഞു. 1937 ഡിസംബറിൽ മിഥിലേഷിൽ നിന്ന് തൻ്റെ പണം തിരികെ വാങ്ങാനായി സേട്ട് ചില ഗുണ്ടകളെ അയച്ചു. പിടിക്കപ്പെട്ടപ്പോൾ മിഥിലേഷ് സേട്ടിനോട് ഒരു കള്ളക്കഥ പറഞ്ഞു. ബോംബെയിൽ വെച്ച് പോലീസ് തൻ്റെ പുറകെ വന്നുവെന്നും അതിനാൽ പണം ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെട്ടുവെന്നും അവൻ പറഞ്ഞു. എന്നാൽ ഇത്തവണ സേട്ട് അവൻ്റെ വാക്കുകളിൽ വീണില്ല. 4 ദിവസത്തിനുള്ളിൽ പണം തിരികെ നൽകിയില്ലെങ്കിൽ കൊല്ലുമെന്ന് അദ്ദേഹം മിഥിലേഷിനെ ഭീഷണിപ്പെടുത്തി. ഇത്തവണ രക്ഷപ്പെടാൻ മിഥിലേഷ് പോലീസിൻ്റെ സഹായമാണ് തേടിയത്. കൊൽക്കത്തയിലെ ബഡാ ബസാർ പോലീസ് സ്റ്റേഷനിൽ അവൻ സേട്ടിനെതിരെ പരാതി നൽകുകയും അദ്ദേഹത്തിൻ്റെ കള്ളപ്പണത്തെക്കുറിച്ചുള്ള മുഴുവൻ വിവരങ്ങളും പോലീസിന് കൈമാറുകയും ചെയ്തു. അങ്ങനെ അവൻ സേട്ടിൽ നിന്ന് വലിയൊരു തുക തട്ടിയെടുത്തത് മാത്രമല്ല, അത് തിരികെ ചോദിച്ചതിന് അദ്ദേഹത്തെ ഒരു കേസിൽ കുടുക്കുകയും ചെയ്തു. ഈ സംഭവത്തോടെ അവൻ്റെ ധൈര്യം വീണ്ടും വർദ്ധിച്ചു. അവൻ പ്രദേശത്തെ ലൈംഗിക തൊഴിലാളികളെ ലക്ഷ്യമിടാൻ തുടങ്ങി. ഒരു ഇടപാടുകാരനായി അവരെ സമീപിച്ച് വ്യാജമദ്യം നൽകി ബോധം കെടുത്തിയ ശേഷം അവരുടെ പണവും സ്വർണ്ണാഭരണങ്ങളുമായി അവൻ കടന്നു കളയുമായിരുന്നു. 1937 തന്നെയാണ് മിഥിലേഷ് ആദ്യമായി കൊൽക്കത്ത പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. വ്യാജരേഖകൾ ഉപയോഗിച്ച് മെറ്റ്കാഫ് സ്ട്രീറ്റിൽ കിടക്കുന്ന ഏകദേശം 9 ടൺ സർക്കാർ ഇരുമ്പ് അവൻ വിറ്റഴിച്ചതാണ് കാരണം. ഇതോടെ പോലീസ് അവനെ പിടികൂടാൻ ഊർജിതമായി ശ്രമിക്കുകയും അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കുകയും ചെയ്തു. ഈ കേസിൽ അവന് 6 മാസം ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നു. എന്നാൽ ഈ ജയിൽവാസം മിഥിലേഷിൽ വലിയ മാറ്റമൊന്നും ഉണ്ടാക്കിയില്ല. തട്ടിപ്പ് തന്നെ അവൻ തൻ്റെ ജീവിതത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യമായി മാറ്റിയിരുന്നു. അധികം വൈകാതെ ഈ തട്ടിപ്പ് രംഗത്ത് അവന് പുതിയൊരു പേര് ലഭിക്കാൻ പോവുകയായിരുന്നു. പിന്നീട് തട്ടിപ്പുകാർക്കിടയിൽ ഒരു പര്യായമായി മാറിയ ആ പേര് ലഭിച്ചതിന് പിന്നിലും ഒരു വസ്ത്ര വ്യാപാരവുമായി ബന്ധപ്പെട്ട ഒരു തട്ടിപ്പിലൂടെയായിരുന്നു. 1940 തുണി വിപണിയിൽ വസ്ത്രങ്ങൾക്ക് വലിയ ക്ഷാമം നേരിട്ടിരുന്നു. അത് മുതലെടുക്കാൻ മിഥിലേഷ് തൻ്റെ ഗുജറാത്തിലെ സുഹൃത്തായ നട്വർ ലാലുമായി ചേർന്ന് ഒരു പദ്ധതി തയ്യാറാക്കി. ബോംബെ ടെക്സ്റ്റൈൽ കമ്മീഷണറുടെ പർച്ചേസ് ഓഫീസറാണെന്ന് സ്വയം പരിചയപ്പെടുത്തി ഇരുവരും തുണി നിർമ്മാതാക്കളെ സമീപിക്കുകയും കുറഞ്ഞ വിലയ്ക്ക് കൂടുതൽ കോട്ടൺ വാങ്ങി നൽകാമെന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്തു.
വ്യാജ റെയിൽവേ രസീതുകൾ കാണിച്ച് ഉത്തർപ്രദേശിലെ അസംഗഡ് സ്റ്റേഷനിൽ സാധനങ്ങൾ എത്തിക്കുമെന്നും അവിടെ നിന്ന് അവർക്കത് കൈപ്പറ്റാമെന്നും അവർ പറഞ്ഞു വിശ്വസിപ്പിച്ചു. തുണിയുടെ ക്ഷാമം കാരണം വലഞ്ഞിരുന്ന പല നിർമ്മാതാക്കളും അവരുടെ വലയിൽ വീഴുകയും മുൻകൂറായി വലിയ തുകകൾ നൽകുകയും ചെയ്തു. എന്നാൽ നിർമ്മാതാക്കൾ തങ്ങളുടെ സാധനങ്ങൾ എടുക്കാൻ അസംഗഡ് സ്റ്റേഷനിൽ എത്തിയപ്പോൾ അവിടെ യാതൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതിനാൽ അധികനാൾ ഈ കളി തുടരാൻ കഴിയില്ല. ഒരു ദിവസം പോലീസ് റെയ്ഡ് നടത്തി മിഥിലേഷിനെ പിടികൂടി. എന്നാൽ അവൻ്റെ ഗുജറാത്തിലെ സുഹൃത്തായ നട്വർലാൽ അവിടെ നിന്നും എങ്ങനെയോ രക്ഷപ്പെട്ടു. ഇതിനിടയിൽ പോലീസിന് ആശയക്കുഴപ്പമുണ്ടാകുകയും മിഥിലേഷ് തന്നെയാണ് നട്വർലാൽ എന്ന് തെറ്റിദ്ധരിച്ച് അവനെതിരെ നട്വർലാൽ എന്ന പേരിൽ കേസെടുക്കുകയും ചെയ്തു. ഇവിടെ നിന്നാണ് മിഥിലേഷ് കുമാർ ശ്രീവാത്സവയുടെ വിളിപ്പേര് എന്നേക്കുമായി നട്വർലാൽ ആയി മാറിയത്. ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം ആളുകൾ അവനെ നട്വർലാൽ എന്ന ആ പേരിൽ തന്നെ വിളിക്കാൻ തുടങ്ങി. ഇത്ര ചെറിയ പ്രായത്തിൽ തന്നെ പലതവണ ജയിലിൽ പോയിട്ടും അവൻ്റെ സ്വഭാവത്തിൽ ഒരു മാറ്റവും വന്നില്ല. വളരെ കുറഞ്ഞ തുകയ്ക്ക് റെയിൽവേ വാഗണുകൾ ബുക്ക് ചെയ്ത് വ്യാജ റെയിൽവേ രസീതുകൾ ഉണ്ടാക്കി അവൻ വീണ്ടും വ്യാപാരികളെ കബളിപ്പിക്കാൻ തുടങ്ങി. ഒരിക്കൽ അവൻ ഒരു ബിസിനസ്സുകാരന് വലിയൊരു കൺസൈൻമെൻറ്റ് അയച്ചു കൊടുത്തു. എന്നാൽ അദ്ദേഹം അത് വീട്ടിൽ കൊണ്ടുപോയി തുറന്നു നോക്കിയപ്പോൾ സാധനങ്ങൾക്ക് പകരം ഇഷ്ടികയും കല്ലുമാണ് അതിലുണ്ടായിരുന്നത്. അതിനുശേഷം വ്യാജ ബാങ്ക് ചെക്ക് വഴിയും നട്വർലാൽ പലരെയും ലക്ഷക്കണക്കിന് പറ്റിച്ചു. അതിനായി അവൻ ഉപയോഗിച്ച രീതി വളരെ ലളിതമായിരുന്നു. ഏത് നഗരത്തിൽ പോയാലും ആദ്യം അവിടെയുള്ള പ്രശസ്തമായ ഒരു ബാങ്കിൽ അവൻ അക്കൗണ്ട് തുടങ്ങും. തുടർന്ന് ജൂവലറികളിൽ നിന്ന് കുറഞ്ഞ വിലയുള്ള സാധനങ്ങൾ പലതവണ ഒറിജിനൽ ചെക്ക് നൽകി അത് വാങ്ങിക്കും. കടയുടമയുടെ വിശ്വാസം നേടിയെടുക്കാനായിരുന്നു അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ തൻ്റെ വല നെയ്ത ശേഷം അവൻ സ്വന്തം അക്കൗണ്ടിൽ നിന്നും പണം മുഴുവനായും പിൻവലിക്കും. പിന്നീട് പല ജൂവലറികളിൽ നിന്നും വില കൂടിയ ആഭരണങ്ങൾ വാങ്ങി അതിന് പകരമായി ചെക്കുകൾ നൽകുകയും ചെയ്തു. കടയുടമകൾ ചെക്കുമായി ബാങ്കിൽ എത്തുമ്പോഴാണ് അവർക്ക് ലഭിച്ച ചെക്കിൻ്റെ അക്കൗണ്ട് കാലിയാണെന്ന് അവർ തിരിച്ചറിയുന്നത്. അങ്ങനെ നട്വർലാലിൻ്റെ തട്ടിപ്പ് അവർ മനസ്സിലാക്കുമ്പോഴേക്കും അവൻ ആഭരണങ്ങളെല്ലാം എടുത്ത് കടന്നു കളഞ്ഞിട്ടുണ്ടാകും. അങ്ങനെ പലരെയും കബളിപ്പിച്ച ശേഷം നട്വർലാൽ ഉത്തർപ്രദേശിലെ മുസാഫർ നഗറിലെത്തി. അവിടെ ബോംബെയിലെ വലിയൊരു വ്യവസായിയായ ലക്ഷ്മി നാരായൺ ആണെന്ന് സ്വയം പരിചയപ്പെടുത്തി അവൻ ആളുകളെ പറ്റിക്കാൻ തുടങ്ങി. അവൻ മുസാഫർ നഗറിലെ ഒരു ഷുഗർ കമ്പനിയുടെ മാനേജറായ LN മിത്തയുമായി 82,000 രൂപയുടെ പഞ്ചസാര വാങ്ങാൻ കരാറുണ്ടാക്കുകയും അത് ബോംബെയിലെ ഒരു വിലാസത്തിലേക്ക് അയക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. വിശ്വാസം നേടിയെടുക്കാൻ അവൻ 4,000 രൂപ അഡ്വാൻസ് നൽകി. ഇതേ തുടർന്ന് മിത്തൻ അവൻ പറഞ്ഞ വിലാസത്തിലേക്ക് സാധനങ്ങൾ മുഴുവൻ അയച്ചു കൊടുത്തു. എന്നാൽ അതിനുശേഷം നട്വർലാൽ ബാക്കി പണം മിത്തിന് നൽകാതെ ബോംബെയിലേക്ക് മുങ്ങുകയും അവിടെ വച്ച് പഞ്ചസാര മുഴുവൻ ബോംബെ ഷുഗർ മർച്ചൻ്റ് അസോസിയേഷൻ പ്രസിഡന്റ് മോഹൻ ഗുർനാനിക്ക് വിറ്റ് 60,000 രൂപ സ്വന്തമാക്കുകയും ചെയ്തു. അങ്ങനെ ഈ കച്ചവടത്തിൽ നട്വർലാലിന് ആകെ 56,000 രൂപ ലാഭമുണ്ടായി. ഈ തട്ടിപ്പും വിജയകരമായി പൂർത്തിയാക്കിയ ശേഷം അവൻ പതിവ് പോലെ അടുത്ത ഇരയെ തേടി മറ്റൊരു നഗരത്തിലേക്ക് തിരിച്ചു. ഇത്തവണ അവൻ്റെ താവളമാക്കിയത് ഡൽഹിയായിരുന്നു. അവൻ ഡൽഹിയിലെ പ്രശസ്തമായ രാജ ജ്വല്ലറി പോയി അന്നത്തെ കേന്ദ്ര ധനമന്ത്രിയായ BP സിംഗിൻ്റെ പേഴ്സണൽ അസിസ്റ്റൻ്റാണെന്ന് സ്വയം പരിചയപ്പെടുത്തി മന്ത്രിയുടെ മകൻ്റെ വിവാഹത്തിനാണെന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് വിലപിടിപ്പുള്ള നിരവധി ആഭരണങ്ങൾ വാങ്ങി. ഇവിടെ പണം നൽകുന്ന കാര്യത്തിൽ അവൻ പുതിയൊരു തന്ത്രമാണ് പയറ്റിയത്. പണം നൽകുന്നതിനായി കടയിലെ ഒരു ജീവനക്കാരനെ തൻ്റെ കൂടെ മന്ത്രിമന്ദിരങ്ങൾ സ്ഥിതി ചെയ്യുന്ന നോർത്ത് ബ്ലോക്കിലേക്ക് അയക്കാൻ അവൻ ആ കടയുടമയോട് ആവശ്യപ്പെട്ടു. കടയിലെ ജീവനക്കാരൻ അവനോടൊപ്പം നോർത്ത് ബ്ലോക്കിൽ എത്തിയപ്പോഴാണ് പുറത്ത് നിൽക്കുന്ന ആൾക്ക് താൻ ഒരു പേഴ്സണൽ അസിസ്റ്റൻ്റ് ആണെന്ന കാര്യത്തിൽ യാതൊരു സംശയവും തോന്നാതിരിക്കാൻ അവൻ സ്വയം അകത്തേക്ക് കയറി ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ പോലെ അഭിനയിച്ചു. അതിനുശേഷം അവൻ പുറത്തു വന്ന് 82,000 രൂപയുടെ ഒരു വ്യാജ ഡ്രാഫ്റ്റ് അയാൾക്ക് കൈമാറുകയും ആഭരണങ്ങളുമായി അവിടെ നിന്ന് കടന്നു കളയുകയും ചെയ്തു. കുറച്ചു കാലത്തിന് ശേഷം ഡൽഹിയിലെ കൊണാട്ട് പ്ലേസിലെ ഒരു വലിയ വാച്ച് കടയിലും അവൻ ഇതേ തന്ത്രം ആവർത്തിച്ചു. ഇത്തവണ അന്നത്തെ കേന്ദ്ര ധനമന്ത്രി ND തിവാരിയുടെ പേഴ്സണൽ അസിസ്റ്റൻ്റായ DN തിവാരിയാണെന്ന് സ്വയം പരിചയപ്പെടുത്തി. കോൺഗ്രസിൻ്റെ ഒരു പാർലമെൻറ്റ് പാർട്ടി മീറ്റിംഗ് നടക്കാൻ പോകുന്നുണ്ടെന്നും അതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഓരോ വാച്ച് സമ്മാനമായി നൽകുമെന്നും അവൻ പറഞ്ഞു. അതുകൊണ്ട് കടയിലെ ഏറ്റവും വില കൂടിയ വാച്ചുകൾ തന്നെ കാണിക്കാൻ അവൻ ആവശ്യപ്പെട്ടു. നട്വർലാൽ അവിടെ നിന്നും ഏറ്റവും വില കൂടിയ 93 വാച്ചുകൾ തിരഞ്ഞെടുത്ത് പാക്ക് ചെയ്ത ശേഷം പണം നോർത്ത് ബ്ലോക്കിൽ വച്ച് നൽകാമെന്ന് കടയുടമയോട് പറയുകയും പണം വാങ്ങാനായി കടയുടമ തൻ്റെ ഒരു ജോലിക്കാരനെ അവനോടൊപ്പം നോർത്ത് ബ്ലോക്കിലേക്ക് അയക്കുകയും ചെയ്തു. അവിടെ വച്ച് നട്വർലാൽ അയാൾക്ക് ഏകദേശം 33,000 രൂപയുടെ ഒരു വ്യാജ ബാങ്ക് ഡ്രാഫ്റ്റ് നൽകി.
2 ദിവസങ്ങൾക്ക് ശേഷം കടയുടമ ആ ഡ്രാഫ്റ്റ് മാറ്റാൻ ബാങ്കിൽ എത്തിയപ്പോഴാണ് അത് വ്യാജമാണെന്ന് തിരിച്ചറിഞ്ഞത്. ഒരേ തന്ത്രത്തിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തി പല നഗരങ്ങളിലും പ്രയോഗിക്കാനും ഓരോ തവണ കടയുടമകളെ കബളിപ്പിക്കാനും തക്കവണ്ണം വളരെ ബുദ്ധിമാനായിരുന്നു നട്വർലാൽ. വാരണാസിയിൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് അംബിക പാണ്ഡെയായി വേഷമണിഞ്ഞ് ഏകദേശം 25,000 രൂപയുടെ വാച്ചുകളാണ് അയാൾ മോഷ്ടിച്ചത്. ഷാജഹാൻപൂരിലെ ഒരു വാച്ച് ഡീലറിൽ നിന്ന് 48 വാച്ചുകളാണ് അയാൾ മുക്കിയത്. കാൺപൂരിലെ സദർ ബസാറിൽ തൻ്റെ പ്രൗഢി കൊണ്ട് ഒരു കടയുടമയെ അമ്പരിപ്പിച്ച അവൻ 83 വാച്ചുകൾ അടങ്ങിയ ഒരു VIP സൂട്ട് കേസ് തന്നെ അയാളിൽ നിന്ന് കൈക്കലാക്കി. എന്നാൽ എത്ര കാലം ഒരേ തന്ത്രം ഫലിക്കും? പലനാൾ കള്ളൻ ഒരു നാൾ പിടിയില്ലെന്ന് പറയുന്നത് പോലെ തന്നെ അടുത്ത മാസം ഇതേ കഥയുമായി ഗോഡ്പൂരിലെ മറ്റൊരു വാച്ച് ഡീലറുടെ അടുത്തെത്തിയപ്പോൾ കടയുടമയ്ക്ക് ഉടനെ തന്നെ ഈ തട്ടിപ്പ് മനസ്സിലായി. ആ കടയുടമ വളരെ തന്ത്രപരമായി നട്വർലാലിനെ തൻ്റെ സംസാരത്തിൽ കുടുക്കുകയും ഉടനെ തന്നെ രഹസ്യമായി പോലീസിനെ വിവരമറിയിച്ച് അവനെ അറസ്റ്റ് ചെയ്യിപ്പിക്കുകയും ചെയ്തു. എന്നാൽ പതിവ് പോലെ കുറച്ച് നാളുകൾക്ക് ശേഷം അവൻ അനായാസം ജയിലിൽ നിന്നും രക്ഷപ്പെട്ടു. നട്വർലാലിൻ്റെ ഇരകൾ ചെറിയ കടയുടമകൾ മാത്രമായിരുന്നില്ല, മറിച്ച് തൻ്റെ കൗശലം ഉപയോഗിച്ച് ടാറ്റ, ബിർള, അംബാനി തുടങ്ങിയ വമ്പൻ വ്യവസായികളെ വരെ അവൻ പറ്റിച്ചിട്ടുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്. ചിലപ്പോൾ ഒരു ആവശ്യക്കാരനായും മറ്റു ചിലപ്പോൾ ഒരു സാമൂഹിക പ്രവർത്തകനായും അവൻ അവരുടെ അടുത്ത് ചെന്ന് വലിയ ഡിമാൻഡ് ഡ്രാഫ്റ്റുകളും ചെക്കുകളും കൈക്കലാക്കി മുങ്ങുകയും ചെയ്യുമായിരുന്നു. എന്നാൽ അവന് ഏറ്റവും കൂടുതൽ പ്രശസ്തി നേടിക്കൊടുത്തത് അവൻ്റെ ഏറ്റവും വലിയ തട്ടിപ്പുകളാണ്. വ്യാജരേഖകൾ ചമച്ച് താജ്മഹൽ 3 തവണയും ചെങ്കോട്ട 2 തവണയും പാർലമെൻറ്റ് മന്ദിരവും രാഷ്ട്രപതി ഭവനും ഓരോ തവണയും അവൻ വിറ്റു. അവൻ പാർലമെൻറ്റ് മന്ദിരം വിറ്റ അതേ ദിവസം അവിടെ പാർലമെൻറ്റ് സമ്മേളനം നടക്കുകയായിരുന്നെന്നും രാജ്യത്തെ 100 കണക്കിന് എംപിമാർ അപ്പോൾ അവിടെ ഉണ്ടായിരുന്നുവെന്നും പറയപ്പെടുന്നു. ഇതൊക്കെ കേൾക്കുമ്പോൾ ആരെയും ആശയക്കുഴപ്പത്തിലാക്കാം. ഒരു സർക്കാരിന് പോലും ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ കാഴ്ചയിൽ സാധാരണക്കാരനായ ഒരാൾക്ക് എങ്ങനെ ഈ ചരിത്ര സ്മാരകങ്ങൾ വിൽക്കാൻ കഴിയുമെന്നും ഇതെല്ലാം വാങ്ങാൻ ആരാണ് തയ്യാറാകുന്നതെന്നും കേൾക്കുമ്പോൾ നമുക്ക് അതിശയകരമായി തോന്നാം. എന്നാൽ അവൻ അങ്ങനെ ചെയ്തില്ലായിരുന്നുവെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ തട്ടിപ്പുകാരൻ എന്ന പദവി ഇന്ന് അവന് ലഭിക്കുമായിരുന്നില്ലല്ലോ. അതിനർത്ഥം അവൻ ഇതെല്ലാം വ്യാജരേഖകൾ ഉണ്ടാക്കി വിറ്റു എന്നത് തന്നെയാണ്. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ നട്വർലാൽ സൂട്ടും ബൂട്ടും ധരിച്ച് ചരിത്രപ്രസിദ്ധമായ സ്ഥലങ്ങൾ വാങ്ങാൻ താല്പര്യമുള്ള വിദേശികളെ അന്വേഷിച്ച് നടക്കും. ഈ സ്മാരകങ്ങൾ വിൽക്കാൻ അധികാരമുള്ള ഇന്ത്യയിലെ ഉന്നതനായ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായി അവൻ അവരുടെ മുന്നിൽ സ്വയം അവതരിപ്പിക്കും. തൻ്റെ ഇംഗ്ലീഷ് സംസാരവും പെരുമാറ്റവും കണ്ട് വിദേശികൾക്ക് യാതൊരു സംശയവും തോന്നിയിരുന്നില്ല. ഈ ചരിത്ര സ്മാരകങ്ങളെക്കുറിച്ചുള്ള ഏറ്റവും ചെറിയ വിവരങ്ങൾ പോലും അടങ്ങിയ വ്യാജരേഖകളാണ് അവൻ വിദേശികൾക്ക് കാണിച്ചു കൊടുത്തിരുന്നത്. നട്വർലാൽ വളരെ നന്നായി ഇംഗ്ലീഷ് സംസാരിച്ചിരുന്നതിനാൽ അവൻ്റെ ഉച്ചാരണം, വേഷവിധാനം, ആത്മവിശ്വാസം ഇവ കണ്ട് വിദേശികൾ അവനിൽ പൂർണ്ണമായും വിശ്വസിക്കുകയും നട്വർലാൽ നൽകുന്ന ഡോക്യുമെൻറ്റുകളിൽ സൈൻ ചെയ്ത് ലക്ഷക്കണക്കിന് രൂപ നൽകി ആ സ്മാരകങ്ങൾ വാങ്ങുകയും ചെയ്തു. സമാനമായ രീതിയിൽ ലാൻഡ് എഗ്രിമെൻ്റ് പോലുള്ള ചില രേഖകളിൽ അന്നത്തെ രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദിൻ്റേതിന് സമാനമായ വ്യാജ ഒപ്പുകൊണ്ട് അവൻ പാർലമെൻറ്റ് മന്ദിരവും രാഷ്ട്രപതി ഭവനും വിറ്റു. ആ വിദേശികൾ തങ്ങളുടെ ഉടമസ്ഥാവകാശം സ്ഥാപിക്കാൻ ഈ സ്മാരകങ്ങളിലെത്തുമ്പോഴാണ് തങ്ങൾ വഞ്ചിക്കപ്പെട്ട കാര്യം അവർ അറിയുന്നത്. എന്നാൽ അപ്പോഴേക്കും നട്വർലാൽ പണവുമായി മുങ്ങിയിട്ടുണ്ടായിരിക്കും. ഓരോ സ്ഥലത്തും വ്യത്യസ്ത പേരുകളിലാണ് നട്വർലാൽ സ്വയം പരിചയപ്പെടുത്തിയിരുന്നത്. പോലീസ് രേഖകൾ പ്രകാരം അവനാകെ 52 വ്യത്യസ്ത പേരുകളുണ്ടായിരുന്നു. ആളുകളെ കബളിപ്പിക്കുന്ന സമയത്ത് സ്വന്തം മേൽവിലാസമായി രാജ്യത്തെ രാഷ്ട്രപതിയുടെ മുതൽ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രികളുടെ മേൽവിലാസങ്ങൾ വരെ അവൻ നൽകിയിരുന്നു. ഒരിക്കൽ അവൻ ഒരിടത്ത് നൽകിയ മേൽവിലാസത്തിൽ പോലീസ് റെയ്ഡ് നടത്താൻ എത്തിയപ്പോഴാണ് അത് യഥാർത്ഥത്തിൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയുടെ മേൽവിലാസമാണെന്ന് പോലീസിന് മനസ്സിലായത്. അവൻ്റെ തട്ടിപ്പുകൾക്ക് കയ്യും കണക്കുമില്ലാതിരുന്നതിനാൽ രാജ്യത്തിലെ പല സംസ്ഥാനങ്ങളിലും അവനെതിരെ വഞ്ചന, മോഷണം, തട്ടിപ്പ് തുടങ്ങിയ നിരവധി കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഗോരഖ്പൂർ, അഹമ്മദാബാദ്, വാരണാസി, പാട്ന തുടങ്ങിയ ഡസൻ കണക്കിന് നഗരങ്ങളിൽ അവൻ അറസ്റ്റിലാവുകയും വ്യത്യസ്ത നഗരങ്ങളിൽ ജയിൽ ശിക്ഷ അനുഭവിക്കുകയും ചെയ്തു. എന്നാൽ 1-2 തവണകൾ ഒഴികെ മറ്റെല്ലാ തവണയും അവൻ ജയിലിൽ നിന്ന് അനായാസം രക്ഷപ്പെട്ടു. ഒരിക്കൽ കോടതിയിൽ ഹാജരാക്കിയ ശേഷം പാട്ന പോലീസ് അവനെ തിരികെ ജയിലിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവൻ വളരെ വികാരധീനമായ ഒരു കഥ പറഞ്ഞു. തുടർന്ന് വഴിമധ്യേ സ്വന്തം ഭാര്യയെ കാണാനെന്ന വ്യാജേന ഒരു വീട്ടിൽ കയറി. അകത്ത് കയറി ഉടനെ തന്നെ അവൻ ആ വീടിൻ്റെ പിൻവാതിലിലൂടെ കടന്നു കളഞ്ഞു. എന്നാൽ ഇതേ സമയം പാട്ന പോലീസ് പുറത്ത് ആ വീട്ടിൻ്റെ മുന്നിൽ അവനെയും കാത്ത് കാവൽ നിൽപ്പുണ്ടായിരുന്നു.
നട്വർലാൽ തട്ടിപ്പിന് മാത്രമല്ല ജയിൽ ചാടുന്നതിനും ഒരു മാസ്റ്ററായിരുന്നു. തൻ്റെ കുരുട്ട് ബുദ്ധി ഉപയോഗിച്ച് അവൻ 8 തവണയാണ് പോലീസിൻ്റെ കണ്ണു വെട്ടിച്ച് ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടത്. അതുപോലെ മുൻകാലത്ത് വേറൊരു സംഭവം നടന്നത് 1956 മാർച്ചിൽ മീററ്റിൽ വെച്ച് അവൻ അറസ്റ്റിലാകുമ്പോൾ അവനെതിരെ 35 കേസുകൾ നിലവിലുണ്ടായിരുന്നു. 10 മാസങ്ങൾക്ക് ശേഷം അവനെ മീററ്റിൽ നിന്ന് ലക്നൗ ജയിലിലേക്ക് മാറ്റി. അധികം വൈകാതെ തൻ്റെ വാക്ചാതുര്യം കൊണ്ട് അവൻ അവിടുത്തെ ജയിലറുടെ വിശ്വാസം നേടിയെടുത്തു. തന്നെ രക്ഷപ്പെടുത്താൻ സഹായിച്ചാൽ അപ്പോൾ തന്നെ 5 ലക്ഷം രൂപ പണമായി നൽകാമെന്ന് അവൻ ഒരു ദിവസം ആ ജയിലറോട് പറഞ്ഞു. ജയിലർ അതിന് തയ്യാറായി. തുടർന്ന് നട്വർലാലിൻ്റെ ആളുകൾ ഒരു പെട്ടിയുമായി ജയിലിലെത്തി. ജയിലർക്ക് അത് തുറന്നു കാണിച്ചപ്പോൾ നോട്ടുകെട്ടുകൾ അതിൽ വരി വരിയായി അടുക്കി വച്ചിരിക്കുന്നത് അദ്ദേഹം കണ്ടു. അത്യാർത്തി മൂത്ത ജയിലർ നട്വർലാലിൻ്റെ സെല്ലിലേക്ക് ഒരു പോലീസ് സൂപ്രണ്ടിൻ്റെ യൂണിഫോം എറിഞ്ഞു കൊടുത്തു. ആ യൂണിഫോം ധരിച്ച് മീശ പിരിച്ച് വളരെ കൂളായി നട്വർലാൽ ജയിലിന് പുറത്തേക്ക് ഇറങ്ങി. എന്നിട്ട് ജയിൽ കവാടത്തിൽ അവനെയും കാത്തു കിടക്കുന്ന കാറിൽ കയറി അവിടെ നിന്നും ഒറ്റ പോക്ക് പോയി. അതിനുശേഷം ജയിലർ ഭദ്രമായി നോട്ടുകെട്ടുകൾ നിറഞ്ഞ ആ പെട്ടി തുറന്ന് എണ്ണി നോക്കുമ്പോഴാണ് അദ്ദേഹവും പറ്റിക്കപ്പെട്ട കാര്യം തിരിച്ചറിയുന്നത്. മുകളിലത്തെ നോട്ടുകെട്ടുകൾ മാത്രമേ ഒറിജിനൽ ഉണ്ടായിരുന്നുള്ളൂ. താഴെ മുഴുവൻ വെറും കടലാസ് കഷ്ണങ്ങളായിരുന്നു. ഇത് കണ്ട് ജയിലർ ദേഷ്യം കൊണ്ട് വിറച്ചു. പക്ഷേ ദേഷ്യത്താൽ പല്ലിറുമുക അല്ലാതെ അദ്ദേഹത്തിന് വേറൊരു വഴിയില്ലായിരുന്നു. 1996 നട്വർലാൽ മറ്റൊരു പ്രശസ്തമായ ജയിൽ ചാട്ടം കൂടി നടത്തി. ആ സമയത്ത് അവൻ കാൺപൂർ ജയിലിലായിരുന്നു. അവനപ്പോൾ 84 വയസ്സായിരുന്നു പ്രായം. കാലിലെ ഗുരുതരമായ പ്രശ്നങ്ങൾ കാരണം അവന് ഒട്ടും നടക്കാൻ കഴിഞ്ഞൊന്നുണ്ടായിരുന്നില്ല. എവിടെയെങ്കിലും കൊണ്ടുപോകണമെങ്കിൽ പോലീസുകാർ അവനെ വീൽ ചെയറിലിരുത്തിയാണ് കൊണ്ടുപോയിരുന്നത്. ഈ സമയത്ത് അവൻ മറ്റു ചില അസുഖങ്ങളുമായും മല്ലിടുകയായിരുന്നു. കാൺപൂർ ജയിൽ അധികൃതർ പലതവണ അവന് ചികിത്സ നൽകിയെങ്കിലും അവൻ്റെ ആരോഗ്യനിലയിൽ അത്ര മാറ്റമൊന്നും ഉണ്ടായില്ല. അതിനുശേഷം നട്വർലാൽ ജയിൽ അധികൃതർക്ക് ഒരു കത്തെഴുതി. തൻ്റെ കാലുകൾക്ക് ഡൽഹിയിലെ ഒരു നല്ല ആശുപത്രിയിൽ വിദഗ്ധ ചികിത്സ നൽകണമെന്ന് അവൻ അപേക്ഷിച്ചു. ജയിൽ അധികൃതർ അതിന് അനുമതി നൽകി. അവന് നടക്കാൻ കഴിയാത്തതിനാൽ 2 പോലീസുകാർ അവനെ ട്രെയിനിൽ ഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചു. പോലീസുകാർ അവനെ ട്രെയിനിൽ നിന്നിറക്കി വീൽ ചെയറിലിരുത്തി സ്റ്റേഷൻ്റെ എക്സിറ്റ് ഗേറ്റ് വരെ കൊണ്ടുവന്നു. തുടർന്ന് ഒരു പോലീസുകാരൻ വീൽ ചെയർ തിരികെ ഏൽപ്പിക്കാനായി പോയി. രണ്ടാമത്തെയാൾ നട്വർലാലിൻ്റെ അടുത്ത് തന്നെ നിന്നു. ഈ അവസരം മുതലെടുത്ത് നട്വർലാൽ ആ പോലീസുകാരനോട് പറഞ്ഞു, എനിക്ക് ഒരു ചായ കുടിക്കാൻ വല്ലാതെ തോന്നുന്നു. ദയവായി ഒരു കപ്പ് ചായ വാങ്ങിത്തരാമോ? ആദ്യം പോലീസുകാരൻ വിസമ്മതിച്ചുവെങ്കിലും അവൻ വീണ്ടും ആവശ്യപ്പെട്ടപ്പോൾ ഇവനിപ്പോൾ നടക്കാൻ കഴിയില്ലല്ലോ എന്ന് കരുതി അയാൾ ചായ വാങ്ങാൻ പോയി. എന്നാൽ ആ പോലീസുകാരൻ ചായയുമായി മടങ്ങിയെത്തിയപ്പോൾ ശരിക്കും ഞെട്ടി. നട്വർലാൽ അവിടെ നിന്നും അപ്രത്യക്ഷനായിരിക്കുന്നു. ചുറ്റും ഒരുപാട് അന്വേഷിച്ചുവെങ്കിലും നട്വർലാലിനെ കുറിച്ച് ഒരു വിവരവും അവർക്ക് ലഭിച്ചില്ല. കുറച്ച് മിനിറ്റുകൾക്ക് മുമ്പ് വരെ വീൽ ചെയറിൽ നിന്ന് അനങ്ങാൻ പോലും കഴിയാതിരുന്ന അവൻ എങ്ങനെ പെട്ടെന്ന് അപ്രത്യക്ഷമായെന്നോർത്ത് 2 പോലീസുകാരും അത്ഭുതപ്പെട്ടുപോയി. നട്വർലാൽ എന്ന് വിളിപ്പേരുള്ള മിഥിലേഷ് കുമാർ ശ്രീവാത്സവ തൻ്റെ ജീവിതത്തിൽ 100 കണക്കിന് തട്ടിപ്പുകൾ നടത്തിയിരുന്നു. അതിനെതിരെ 100-ലധികം കേസുകൾ നിലവിലുണ്ടായിരുന്നു. ഇതിൽ 9 കേസുകളിൽ മാത്രമാണ് കോടതി വിധി പ്രസ്താവിച്ചത്. അതിൽ തന്നെ അവനാകെ 113 വർഷത്തെ തടവ് ശിക്ഷ ലഭിച്ചിരുന്നു. എന്നാൽ തൻ്റെ കൗശലം നിറഞ്ഞ ബുദ്ധി കാരണം നട്വർലാൽ യഥാർത്ഥത്തിൽ 20 വർഷം മാത്രമേ ജയിലിൽ കിടന്നിട്ടുള്ളൂ. തട്ടിപ്പ് നടത്തിയതിനും പോലീസിനെ വെട്ടിച്ച് ജയിൽ ചാടുന്നതിനും പുറമെ തൻ്റെ ഹാസ്യം നിറഞ്ഞ മറുപടികൾക്കും നട്വർലാൽ ഏറെ പ്രശസ്തനായിരുന്നു. ഒരിക്കൽ കാൺപൂരിലെ ഒരു കോടതിയിൽ അവനെ ഹാജരാക്കിയപ്പോൾ ജഡ്ജി അവനോട് ചോദിച്ചു, നീ എങ്ങനെയാണ് ഇത്രയും കൃത്യമായി ആളുകളെ പറ്റിച്ച് തട്ടിപ്പ് നടത്തുന്നത്? നട്വർലാൽ പറഞ്ഞു, ജഡ്ജി സാർ, താങ്കളുടെ കയ്യിൽ 1 രൂപയുണ്ടോ? ജഡ്ജി അത്ഭുതത്തോടെ ചോദിച്ചു, എന്തിനാണ്? നട്വർലാൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, താങ്കൾ ആദ്യം ആ പണം തരൂ, എന്നിട്ട് ഞാൻ എല്ലാം പറയാം. ഇത് കേട്ട് കൗതുകമൂർത്ത ജഡ്ജി അവന് 1 രൂപ നൽകി. അതിനുശേഷം നട്വർലാൽ ആ രൂപ തൻ്റെ പോക്കറ്റിലേക്കിട്ടു. എന്നിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇത്രയേ ഉള്ളൂ ജഡ്ജി സാർ, ഞാൻ എല്ലാ തട്ടിപ്പും ഇതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. ഞാൻ ആളുകളോട് എനിക്ക് ആവശ്യമുള്ളത് ചോദിക്കുന്നു, അവർ സ്വയം എനിക്കത് തരുന്നു. അവൻ്റെ ഈ വാക്കുകൾ കേട്ട് കോടതിയിലുണ്ടായിരുന്ന എല്ലാവരും പൊട്ടിച്ചിരിച്ചുപോയി. ജഡ്ജിയുടെ മുഖത്തും പുഞ്ചിരി വിടർന്നു. ഒരിക്കൽ നട്വർലാൽ ലക്നൗ സെൻട്രൽ ജയിലിൽ അടയ്ക്കപ്പെട്ടു. അവൻ്റെ ഭാര്യ എല്ലാ മാസവും അവനൊരു കത്തെഴുതുമായിരുന്നു. തങ്ങളുടെ പാടത്ത് കൃഷി ഇറക്കാൻ പണമില്ലാത്തതിൻ്റെ ബുദ്ധിമുട്ടുകൾ അവൾ അതിലൂടെ സൂചിപ്പിച്ചിരുന്നു. ജയിൽ നിയമങ്ങൾ അനുസരിച്ച് ഭാര്യയുടെ കത്ത് വരുമ്പോഴെല്ലാം ആ കത്ത് ആദ്യം ജയിലർ വായിച്ച ശേഷമേ നട്വർലാലിന് നൽകിയിരുന്നുള്ളൂ. ഈ പതിവ് 7-8 മാസത്തോളം തുടർന്നു. ഇതിനോടകം ഭാര്യ 7-8 കത്തുകൾ അയച്ചിരുന്നു. പക്ഷേ അവൻ ഒന്നിനും മറുപടി നൽകിയിരുന്നില്ല.
ജയിലർക്ക് ഇത് വളരെ വിചിത്രമായി തോന്നി. അടുത്ത തവണ നട്വർലാലിൻ്റെ ഭാര്യയുടെ കത്ത് വന്നപ്പോൾ ജയിലർ നേരിട്ട് അത് നട്വർലാലിന് നൽകാൻ ചെല്ലുകയും അവനോട് ചോദിക്കുകയും ചെയ്തു. നിന്റെ ഭാര്യ പാഠം ഉഴുതുമറിക്കാൻ കഴിയാത്തതിൻ്റെ ബുദ്ധിമുട്ട് നിരന്തരം എഴുതുന്നുണ്ടല്ലോ, എന്നിട്ടും നീ എന്താണ് ഒരു മറുപടിയും കൊടുക്കാത്തത്? നട്വർലാൽ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ശരി സാർ പറയുകയാണെങ്കിൽ ഇത്തവണ ഞാൻ തീർച്ചയായിട്ടും മറുപടി നൽകാം. അതിനുശേഷം അവൻ ഭാര്യയ്ക്കൊരു മറുപടി കത്തെഴുതി. എന്നാൽ ആ കത്ത് വായിച്ച ജയിലർ ശരിക്കും ഞെട്ടിപ്പോയി. അതിൽ നട്വർലാൽ ഭാര്യയോട് ഇങ്ങനെ എഴുതിയിരുന്നു: നീ ഒട്ടും വിഷമിക്കേണ്ട, ഞാൻ ഉടനെ തന്നെ ജയിലിൽ നിന്ന് പുറത്തു വരും. നിനക്ക് പണത്തിന് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ പാടത്ത് സ്വർണവും വെള്ളിയും പണവും നിറച്ച ഒരു പെട്ടി ഞാൻ കുഴിച്ചിട്ടിട്ടുണ്ട്. അതെടുത്ത് നിന്റെ ആവശ്യങ്ങൾ നടപ്പിലാക്കുക എന്നതായിരുന്നു ആ കത്തിലെ ഉള്ളടക്കം. ഇത്രയും വായിച്ച ഉടനെ ജയിൽ അധികൃതർ കർമ്മനിരതരായി. കാരണം അവനെതിരെ നേരത്തെ തന്നെ 100 കണക്കിന് മോഷണ തട്ടിപ്പ് കേസുകൾ ഉണ്ടായിരുന്നു. അതിനാൽ അവൻ ആരിൽ നിന്നൊക്കെയോ തട്ടിയെടുത്ത പണം അവൻ്റെ കൃഷിഭൂമിയിൽ കുഴിച്ചിട്ടിട്ടുണ്ടാകുമെന്ന് പോലീസിനും തോന്നി. പെട്ടെന്ന് തന്നെ പോലീസ് നട്വർലാലിൻ്റെ ഗ്രാമത്തിലെത്തി. അവൻ പറഞ്ഞ പാടം മുഴുവനായി കുഴിക്കാൻ തുടങ്ങി. രാവിലെ തുടങ്ങിയ കുഴിച്ചു നോക്കൽ പരിശോധന വൈകുന്നേരം വരെ നീണ്ടു. പക്ഷേ അവിടെ നിന്ന് അവർക്ക് യാതൊന്നും തന്നെ ലഭിച്ചില്ല. അവസാനം ക്ഷീണിച്ചു വലങ്ങിയ പോലീസ് സംഘം വെറും കൈയോടെ അവിടെ നിന്ന് മടങ്ങി. ലോകത്തിൻ്റെ കണ്ണിൽ നട്വർലാൽ ഒരു വലിയ തട്ടിപ്പുകാരനായിരിക്കാം. എന്നാൽ സ്വന്തം ഗ്രാമവാസികൾക്ക് അവൻ വളരെ ബുദ്ധിമാനും മാന്യനും സഹായിക്കാൻ മനസ്സുള്ളവനുമായിരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം നട്വർലാൽ ഒരു കുറ്റവാളിയായിരുന്നില്ല, മറിച്ച് പണക്കാരിൽ നിന്ന് പണം കൊള്ളയടിച്ച് പാവങ്ങളെ സഹായിക്കുന്ന ഒരു റോബിൻ ഹുഡായിരുന്നു. ഗ്രാമവാസികൾ അവനെ അത്രത്തോളം ബഹുമാനിച്ചിരുന്നു. അവനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാൻ ഒരു റിപ്പോർട്ടർ ആ ഗ്രാമത്തിലെത്തിയപ്പോൾ ഒരാൾ ആ റിപ്പോർട്ടറോട് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: സർ, അദ്ദേഹത്തിൻ്റെ പേര് ബഹുമാനത്തോടെ പറയൂ. അദ്ദേഹത്തെ വെറും നട്വർലാൽ എന്നല്ല, മിസ്റ്റർ നട്വർലാൽ എന്ന് വിളിക്കൂ എന്നായിരുന്നു. ഗ്രാമവാസികളുടെ ഓർമ്മയിൽ അവൻ അവസാനമായി ഗ്രാമത്തിൽ വന്നത് 3 കാറുകളുടെ അകമ്പടിയോടെയാണ്. അന്ന് അവൻ വലിയൊരു ടെൻറ്റ് കെട്ടി ഗ്രാമവാസികൾക്കെല്ലാം ഗംഭീരമായ സദ്യ നൽകി. മടങ്ങുമ്പോൾ ഓരോരുത്തർക്കും 100 രൂപ വീതം നൽകുകയും ചെയ്തു. ആ കാലത്ത് 100 രൂപ എന്നത് വളരെ വലിയൊരു തുകയായിരുന്നു. അതിനുശേഷം നട്വർലാൽ ഒരിക്കലും സ്വന്തം ഗ്രാമത്തിലേക്ക് മടങ്ങി വന്നില്ല. ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് രക്ഷപ്പെട്ടതിനു ശേഷം ഒരിക്കലും പോലീസിന് അവനെ പിടികൂടാനും കഴിഞ്ഞിട്ടില്ല. പിന്നീട് അവൻ്റെ പേര് വീണ്ടും വാർത്തകളിൽ നിറയുന്നത് 2009-ലാണ്. 2009 ജൂലൈ 25-ന് നട്വർലാൽ മരിച്ചുവെന്നും അതിനാൽ അവനെതിരെയുള്ള എല്ലാ കേസുകളും അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട് അവൻ്റെ അഭിഭാഷകൻ കോടതിയിൽ അപേക്ഷ നൽകി. എന്നാൽ കോടതി ഇതിനെക്കുറിച്ച് അന്വേഷണം ആരംഭിക്കുകയും സ്ഥിരീകരണത്തിനായി അവൻ്റെ സഹോദരൻ ഗംഗാപ്രസാദിനെ വിളിച്ചു വരുത്തുകയും ചെയ്തപ്പോൾ അദ്ദേഹം നൽകിയ മറുപടി ഏവരെയും ഞെട്ടിച്ചു. നിങ്ങൾ ഏത് നട്വർലാലിനെ കുറിച്ചാണ് പറയുന്നത്? ഞങ്ങളുടെ നട്വർലാൽ 1996-ൽ തന്നെ മരിച്ചുപോയി. ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് രക്ഷപ്പെട്ട് അവൻ റാഞ്ചിയിലെത്തിയപ്പോൾ അവിടെ വച്ചുണ്ടായ ഒരു വാഹനാപകടത്തിൽ അവൻ മരിച്ചു. അവിടെ വച്ച് തന്നെ ഞങ്ങൾ അവൻ്റെ അവസാന കർമ്മങ്ങളും ചെയ്തു. ഇത് അന്വേഷിക്കാൻ ചില സർക്കാർ ഉദ്യോഗസ്ഥർ റാഞ്ചിയിൽ പോയി സ്ഥിരീകരിക്കാൻ ശ്രമിച്ചുവെങ്കിലും അവൻ്റെ മരണവാർത്ത അപ്പോഴും ഔദ്യോഗികമായി കണ്ടെത്താൻ കഴിഞ്ഞില്ല. അങ്ങനെ ജീവിച്ചിരുന്ന കാലമത്രയും ലോകത്തെ മുഴുവൻ കബളിപ്പിച്ച നട്വർലാലിൻ്റെ മരണത്തീയതിയിലും മരണകാരണവും ഇന്നും ഒരു അഴയ പൂട്ടുപോലെ ചരിത്രത്തിലെ ഏറ്റവും വലിയ രഹസ്യങ്ങളിലൊന്നായി അവശേഷിക്കുന്നു. ഒരർത്ഥത്തിൽ നോക്കിയാൽ നട്വർലാൽ തൻ്റെ മരണത്തെ പോലും കബളിപ്പിച്ചു എന്ന് പറയാം. അതുകൊണ്ടാകാം ഇന്നും ഏതെങ്കിലും വലിയ തട്ടിപ്പ് നടത്തുമ്പോൾ ആളുകൾ ആ തട്ടിപ്പുകാരനെ നട്വർലാൽ എന്ന് വിളിക്കുന്നത്. കാരണം അവൻ്റെ പേര് ഇന്ന് തട്ടിപ്പുകാരുടെ ഒരു പര്യായമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതിനുശേഷം എത്രയോ തട്ടിപ്പുകാർ വന്നുപോയി. പക്ഷേ തട്ടിപ്പ് ലോകത്തെ ഒരേ ഒരു രാജാവ് അത് നട്വർലാൽ മാത്രമായിരുന്നു. നട്വർലാലിന് വളരെ കൂർമ്മതയുള്ള ബുദ്ധിയായിരുന്നു. എന്നാൽ അവൻ തൻ്റെ ബുദ്ധി ഉപയോഗിച്ചിരുന്നത് നിയമവിരുദ്ധമായ കാര്യങ്ങൾക്കാണ്. തൻ്റെ ബുദ്ധിശക്തി ശരിയായ ദിശയിൽ ഉപയോഗിച്ചിരുന്നുവെങ്കിൽ അവന് രാജ്യത്തിന് വലിയ സംഭാവനകൾ നൽകാൻ കഴിയുമായിരുന്നു. ആളുകളെ കൊള്ളയടിക്കാൻ അവൻ ഒരിക്കലും അക്രമം കാണിച്ചിരുന്നില്ല. അവരെ ഭയപ്പെടുത്തുകയോ ഭീഷണിപ്പെടുത്തുകയോ ചെയ്തിരുന്നില്ല. എങ്കിലും അവനൊരു കള്ളനായിരുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമായി അവശേഷിക്കുന്നു. കള്ളന്മാരുടെ ജീവിതം ഒന്നുകിൽ അഴികൾക്കുള്ളിലായിരിക്കും, അല്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിലും പിടിക്കപ്പെടാമെന്ന ഭയത്തിൻ്റെ നിഴലിലായിരിക്കും. നിങ്ങൾ ആരെങ്കിലും ഇത്തരത്തിലുള്ള തട്ടിപ്പ് വീരന്മാരുടെ കെണിയിൽ വീണിട്ടുണ്ടോ? ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോയ്ക്കൊരു ലൈക്ക് ചെയ്ത് ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ. അത് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും. വളരെ വ്യത്യസ്തമാർന്നതും പുതുമ നിറഞ്ഞതുമായ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെയ്ക്കും ഇറ്റ്സ് മീ അനീഷ് റോബിൻസൺ സൈനിങ് ഓഫ്.